AI സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും ലോകത്തെ ഭരിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ലോകമൂല്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു ജനത ജീവിച്ചിരുന്ന മണ്ണാണിത്. ഒരു പരിധിവരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളെയും ആചാരങ്ങളെയും പുതിയ തലമുറയ്ക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയും പഴമക്കാർക്ക് ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ പ്രോഗ്രാം. കൂദാശകളുടെ സവിശേഷമായ നിർവഹണത്തെക്കുറിച്ചും ആചാരമര്യാദകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി തെക്കേമുറിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ പുതിയ തലമുറയിലേക്ക് ദൈവാനുഭവം പകർന്നു നൽകുവാൻ കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത സീറോ മലബാർ സഭയുടെ കുർബാന, ആചാരം, സംസ്കാരം എന്നീ വിഷയങ്ങളുടെ തുടർ പഠനമാണ് ഈ എപ്പിസോഡിൽ. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആൽബർട്ട് കാഞ്ഞിരക്കാട്ട്, സാറാ മരിയ താരാമംഗലം, ജോൺ പുതുവയലിൽ. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അമ്മ വീട്ടിൽ പോകുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കുരിശ് വരയ്ക്കുന്നതിന് പല പ്രത്യേകതകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ രീതിയിൽ കുരിശ് വരയിൽ ഉൾപ്പെടുത്തേണ്ട സമയ ക്രമീകരണവും മറ്റു പ്രാർത്ഥനകളും ഒന്ന് വിശദീകരിച്ചു തരാമോ? മോനെ, ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ ആഴമായ വിഷയമാണ്. എന്നാലും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാമോദിസയിൽ തുടങ്ങുന്ന അതിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ക്രിസ്തീയമായ ആ പുണ്യ ജീവിതത്തിൽ വളർന്ന് സ്വർഗീയ യാത്ര നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, ഭഗ്നാശരായി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ സഭ 7 യാമങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം 3 യാമങ്ങളിലേലും പ്രാർത്ഥിക്കണമെന്ന് പറയും. യാമ പ്രാർത്ഥനകളാണ് നമ്മുടെ സഭയുടെ ആധ്യാത്മികതയുടെ ഒരു പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന. അത് കൂദാശകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമ്മുടെ കാരണമാണ്. ഈ പ്രാർത്ഥനാ രീതികൾ കാലങ്ങൾ കടന്നു വന്ന് നമ്മളിപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നതിൽ നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചാലും പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ എന്ന് പറഞ്ഞ്. എന്നാൽ വിശുദ്ധ കുർബാന വിശ്വാസന ആഘോഷമായതുകൊണ്ട് അത് അത്യുന്നത ദൈവത്തിൻ്റെ സ്തുതി, അത്യുന്നത ദൈവം 3 പ്രാവശ്യമൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ശൈലി. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ രീതിയിൽ പ്രാർത്ഥിക്കും. യാമങ്ങൾ കടക്കുമ്പോൾ കർത്താവിൻ്റെ മാലാക ദൈവം നമ്മളോട് ചെയ്ത ഏറ്റവും അടുത്തമായ വലിയ കൃപയുടെ ആ വഴികളെക്കുറിച്ച് ധ്യാനിക്കുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ നിന്ന് ചൊല്ലി കർത്താവിൻ്റെ മാലാകുന്ന പ്രാർത്ഥനകൾ. അതിനാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ പള്ളിയിൽ മണിയടിക്കുന്നത്. ഈ മണിയടിക്കുക ഈ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമ്മളെല്ലാവരും വീടുകളിലായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിൻ്റെ ആചാരം കാരണവന്മാരുടെ തലയെക്കൊട്ടൊക്കെ എടുത്ത് അമ്മച്ചിമാരെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന രീതികൾ. ഇപ്പോൾ ചുരുങ്ങിയത് പ്രഭാതത്തിൽ വൈകുന്നേരവും. അപ്പോൾ അത് പരിശുദ്ധ നേരത്ത് പ്രാർത്ഥിക്കും. നമ്മൾ കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ ആചാരമനുസരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ, അത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. പൗരസ്ത്യ സഭകളിലെല്ലാം കുരിശ് വരയ്ക്കുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അത് നമ്മൾ പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഉപവിഷ്ടനാകുന്നു. അപ്പോൾ ആ വലതുവശത്തിൻ്റെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മൾ വലതന്മാർ എന്ന രീതിയിലാണ് നമ്മളെക്കുറിച്ച് ജനസമൂഹത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വലതുവശം ഒരാളെ ബഹുമാനിക്കും പോലും വലതുവശത്തൊക്കെ ഇരുത്തിയ ജീവിത പങ്കാളിയായിട്ട് ഒരു സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കും. പിന്നെ ആ സ്ത്രീ എപ്പോഴും ആ പുരുഷൻ്റെ ഇടതുവശത്തേ ഇരിക്കാറുള്ളൂ, വലതുവശത്ത് പുരുഷനെ ഇരുത്തുന്നത്. കാരണം നമ്മുടെ പള്ളികളെല്ലാം പഴയ പള്ളികൾ വലതുവശത്താണ് പുരുഷന്മാർ പള്ളിയിലിരിക്കുകയും. കാരണം നമ്മൾ സ്വർഗീയ യാത്രയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ സ്വർഗീയ യാത്ര ഈ കുരിശ് വരയ്ക്കുമ്പം നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് വരും. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൗരസ്ത്യ സഭയിൽപ്പെട്ടത് നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആ സമാധാനം ഏറ്റെടുക്കും. നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് നമ്മുടെ കുരിശ് വരും. പൗരസ്ത്യ നമ്മളൊരു പൗരസ്ത്യ സഭയാണ്. നമ്മൾ കുരിശ് വരയ്ക്കേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അതിൽ പുരോഹിതൻ നമ്മളെ ആശീർവദിക്കും, നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ വലതുവശത്തേക്ക് പിന്നെ ഇടതുവശത്തേക്ക്. അപ്പോൾ പുരോഹിതൻ വലതുവശത്തേക്ക് ആശീർവദിക്കും. നമ്മൾ ഇടതുവശത്തേക്ക് കൈയൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ആക്ഷൻ അല്ലാതെ ഏറ്റെടുക്കുന്ന അത് വളരെ വികൃതമാകുമല്ലോ. അതുകൊണ്ട് നമ്മുടെ കുരിശ് വര എന്ന് പറയുന്നത് ഒരു സീലടിക്കുന്ന രീതിയിൽ പുരോഹിതൻ സഭയുടെ പേരിൽ നമ്മളെ നമ്മുടെ തൃത്വനാമത്തിൽ നമ്മളെ റോഷ്മ ചെയ്യുമ്പം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ വലതുവശം, കാരണം പുരോഹിതൻ വലതുവശത്തോട്ടാണ് കൈ പിന്നെ അടുത്ത വശം. അതാണ് നമ്മുടെ കുരിശ്. അപ്പം നമ്മുടെ കുരിശ് വര ചെറുപ്പം അതാണ് അതിൻ്റെ കറക്റ്റായ രീതി. അച്ഛാ, എനിക്കൊരു സംശയം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ വീട് പണിയും മറ്റുമാണ് ചർച്ചകൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഒരു വല്യപ്പച്ചൻ പറഞ്ഞു ഈശോയുടെ രൂപം എപ്പോഴും കിഴക്ക് വശത്താണ് വയ്ക്കേണ്ടതെന്ന്. പാരമ്പരികമായി അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മുടെ സഭ പൗരസ്ത്യ സഭയാണെന്ന് ഞാൻ ഒരിക്കലും ഓർമ്മപ്പെടുത്തിയല്ലോ. നമ്മുടെ സഭ തീർത്ഥാടക സഭയാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന മിശിഹാ രഹസ്യം ആഘോഷിക്കും. അത്യുന്നത ദൈവത്തിന് പുൽക്കൂട്ടി തുടങ്ങി നമ്മൾ ഈശോയുടെ പീഡാനുഭവം, മരണ, ഉത്ഥാനം, അത് കഴിഞ്ഞ് ഈശോ വീണ്ടും വരുമെന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ നമ്മൾ മനസ്സിലാക്കി. ഈശോ വീണ്ടും വരും, ഈശോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന്
പറയുന്നത് ദൈവത്തെ ശരണപ്പെടുത്തി ദൈവത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെ ദൈവത്തിലേക്ക് ഹൃദയം ഉറപ്പിച്ചുള്ള നമ്മുടെ ആത്മീയ തീർത്ഥാടന ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈശോ വീണ്ടും വരുമെന്ന് നമ്മുടെ പൗരസ്ത്യ സഭകളും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും പണ്ട് കാലം മുതലേ അത് കിഴക്ക് വശത്തു നിന്ന് വരുന്ന, അതായത് കിഴക്ക് നിന്ന് മിന്നൽ പിണർ പോലെ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടും. കിഴക്ക് ഏതെങ്കിലും തോട്ടം. അതുകൊണ്ടാണ് നമ്മൾ പഴയ സിമിത്തേരികളെല്ലാം നോക്കി, പഴയ ദേവാലയങ്ങളെല്ലാം അതിൻ്റെ മതഭവ മുഴുവൻ കിഴക്ക് വശത്താണ്. ഒരുപക്ഷെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ഇഷ്ടമുള്ള സ്ഥലത്ത് എങ്ങോട്ട് തിരിഞ്ഞാൽ കേൾക്കില്ലെന്ന്. പക്ഷെ അത് ഇപ്പം മനസ്സിലായി, നമ്മുടെ പ്രാചീനമായ അപ്പോസ്തോലിക സഭയുടെ പഴയ ആചാരം ധന്യമെന്ന്. അതുകൊണ്ടാണ് ഒരു ചേഞ്ചിങ് പഴയതിലേക്ക് തിരിച്ചു പോകാനുള്ള ചേഞ്ച്. അതിൻ്റെ ഒരു സംഘർഷമാണ് നമ്മളിപ്പോൾ ഒക്കെ നടക്കുന്നത്. അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു പ്രസിദ്ധങ്ങളും കൂടുതൽ നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പനും വല്യമ്മ ഉടനെ കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞു. ഇന്നും മലങ്കര സഭയിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ ഒരു മരിച്ചടക്കിലാണെങ്കിലും അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഉടനെ കിഴക്ക് വശത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അത് കിഴക്ക് വശം, മരിച്ച ആളെ പോലും നമ്മൾ അടക്കുമ്പോൾ കിഴക്ക് വശത്തേക്ക് നോക്കിയ മുഖം. കാരണം ഈശോ വരുമ്പോഴേ ഉടനെ കണ്ണു തുറന്ന് ഈശോയെ കാണണം. അതുകൊണ്ടാണ് പടിഞ്ഞാട്ട് തല വെക്കുന്നത്. അപ്പോൾ കിഴക്ക് വശത്തെ കണ്ണു തുറന്ന് മരിച്ചവർ ജീവിച്ചിരിക്കുന്നു, മരിച്ചവർക്ക് മുമ്പ് കടക്കിയില്ല, മരിച്ചവരാദ്യം കിടക്കുന്നത് സമയബന്ധിതമായി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കിഴക്ക് വശത്തെ രൂപം വെക്കുന്നത് ഈ ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലം. അതുകൊണ്ടാണ് നമ്മുടെ മധുഭക എല്ലാം കിഴക്ക് വശത്താണ്. പള്ളി പണിയുമ്പം അങ്ങോട്ട് നോക്കി ഈശോ ഇപ്പം വന്നോ എനിക്ക് കാണണം. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് കിഴക്ക് വശത്തെ ഭിത്തിയിൽ ഈശോയുടെ സാന്നിധ്യം, പ്രാർത്ഥനാ മുറിയിൽ കിഴക്ക് വശത്താണ് പ്രാർത്ഥനാ മുറി ക്രമീകരിക്കുന്നത്. അതാണ് പരമ്പരാഗതവും അപ്പോസ്തോലിക സഭയിൽ, നമ്മുടെ സഭയിൽ അതാണ് രാജ്യം. കാരണം ആചാരങ്ങൾ പലതായി പോയാൽ നിലനിൽപ്പില്ലല്ലോ. അത് ഒരേ രീതിയിൽ നമ്മൾ വരേണ്ടതുണ്ട്. നമ്മുടേതായ ക്രൈസ്തവ സംസ്കാരം ഏത് രീതിയിലാണ് രൂപപ്പെട്ടു വന്നത്? അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? മുന്നേ നമ്മൾ സംസ്കാരം എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് രൂപപ്പെടുത്തുന്നതല്ല. ഇത് 2025 കൊല്ലത്തോളം എന്ന് ഈശോ ജനിച്ചതിന് ശേഷമുള്ള ഒരു അപ്പസ്തോലിക സഭയാണ്. നമ്മുടെ അപ്പസ്തോലിക സഭ തോമാസ്ലിക ഇവിടെ വന്നപ്പോൾ അന്ന് ഈ നാട്ടിൽ ഈ പ്രത്യേകിച്ച് യഹൂദ കമ്മ്യൂണിറ്റികളുടെ പുറകെ അല്ല അവരുടെ കൂട്ടത്തിൽ വന്ന അന്നത്തെ സംസ്കാര ഭാഷ, ഒരു ഭാഷ അവർ യഹൂദന്മാരുടെ സംസാരം ഹെബ്രായ ഭാഷ, അതുപോലെ ഹീബ്രു, അല്ലെങ്കിൽ അത് പിന്നെ ചില്ലക്ഷരങ്ങൾ ചേർത്ത് സുറിയാനി. അപ്പോൾ സുറിയാനി ഭാഷയുടെ ഏറ്റവും സുവർണ്ണങ്ങൾ ഈശോ സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ യഹൂദ കമ്മ്യൂണിറ്റി അന്ന് സംസാരിക്കുകയല്ല ഉപയോഗിച്ചിരുന്നത്. അത് ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിവിടെ വന്നിരുന്നു. അന്ന് തിരുവചനത്തിൽ യഹൂദന്മാർ ഇവിടെ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് നല്ല തേക്കും തടി വിലപ്പെട്ട തടികളൊക്കെ കൊണ്ടുപോയ കാലഘട്ടത്തെ സംഖ്യയുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത്. അപ്പം ഈ ഭാഷാപരമായിട്ട് നമ്മുടെ ആരാധനയിൽ നമ്മൾ ഭാഷ യഹൂദ ഭാഷ, അതായത് ഈ സുറിയാനിയായിരുന്നു. അതുകൊണ്ട് 1963 അല്ല 68 വരെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ സുറിയാനി ഭാഷയിൽ വിശുദ്ധ ദിക്റും പങ്കെടുത്ത് വളർന്ന എനിക്ക് അന്ന് തൊട്ട് അച്ഛൻ ഒരു 2 വയസ്സ് തൊട്ട് അപ്പുറം ഒരു താല്പര്യം. ഞാൻ വളരെ മൈന്യൂട്ട് കാര്യം അന്ന് ശ്രദ്ധിക്കും. എല്ലാവരും പ്രായമുള്ള അച്ഛന്മാരായിരുന്നു. ഞാൻ ചെങ്ങൾ വന്നാൽ ഇടവകെ ജനിച്ചു വളർന്ന്. അതുകൊണ്ട് ഈ ഓരോ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അടുത്ത് നിന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഷാപരമായി നമ്മൾ സുറിയാനി രീതിയിൽ നമ്മൾ പറയുന്നത്. പിന്നെ ആചാരങ്ങൾ വന്നപ്പോൾ ഈ നാടിൻ്റെ ആചാരങ്ങളൊക്കെ മിങ്കിൾ ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തനിമയായിട്ട് കാത്തിലിക്കെന്ന് പറയും. പക്ഷെ ഉദയംപേരൂർ സൂനകദോസ് എന്ത് തന്നെയായിരുന്നു പറഞ്ഞാലും ഉദയംപേരൂർ സൂനകദോസ് നമ്മുടെ ആചാരപരമായ രീതിയിലും അല്പം കൂടി വിശ്വാസപരമായ രീതിയിൽ ഒരു ക്ലാരിറ്റി വരുത്തിയ നമ്മൾ ഡോമിനേസിസ് എന്ന ഗോവൻ മെത്രാപ്പൊലീത്ത നിർബന്ധപൂർവ്വം വിളിച്ചു കൂട്ടിയതാണെങ്കിലും അതോടുകൂടിയാണ് നമ്മൾ വിശ്വാസ പ്രാർത്ഥനാരി കാര്യങ്ങളൊക്കെ പക്ഷെ ലത്തീനീകരിക്കപ്പെടുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ്. പക്ഷെ നമ്മുടെ കാരണം ഞങ്ങൾ മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമികളാണ്. അതിലവരുടെ ഭാഷാപരമായി സുറിയാനി തന്നെ വേണം. അതുകൊണ്ട് ഈ കാര്യം അന്ന് പോർച്ചുഗീസ് മിഷണറിമാർ നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ലെന്ന് നമ്മൾ എൻ്റെ അകത്ത് മനസ്സിലാവും. അവർ ചെയ്ത് തെറ്റൊന്നും നമ്മൾക്ക് വിധിക്കാനാളെ കാലം കടന്ന് ദൈവത്തിൻ്റെ പരിപാലനയിൽ അവരതുകൊണ്ട് നമ്മളെ ഭാരതപ്പുഴയുടെയും പമ്പാന്നയുടെ ഇടയ്ക്ക് നിർത്തും. ഈ സുറിയാനി ഭാഷ ഉപയോഗിച്ച് ഈശോയുടെ ഭാഷ ഉപയോഗിച്ച് നമ്മുടെ മലബാറിലേക്ക് കുടിയേറി കഴിഞ്ഞ് നമ്മുടെ കാരണവന്മാർക്ക് സുറിയാനി ഭാഷ ഞങ്ങൾക്കൊരു കുർബാന കണ്ടാൽ കൊള്ളാമായിരുന്നു. റോമിലേക്ക് ഒത്തിരി കത്തയച്ചു. 70,000-ഓളം സുറിയാനി ക്രിസ്ത്യാനികളെ 4,000-ഓളം പേരുള്ള ലത്തീൻ മെത്രാൻ, കോഴിക്കോട് മെത്രാൻ ഭരിച്ചുകൊണ്ട്. പക്ഷെ ആ വിശാല ഹൃദയമുള്ള നമ്മുടെ പത്രോണി പിതാവും ഇവിടെ സുറിയാനി രൂപത അനുവദിക്കും കുഴപ്പമില്ല. വിപ്ലവകരമായ ഒരു തീരുമാനമാണ് മലബാർ സുറിയാനിക്കാർക്ക് ആരാധിക്കാൻ വേണ്ടി സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപത അനുവദിക്കാന്ന് 12ാം പീയൂസ് മാർപ്പാപ്പ. അങ്ങനെയാണ് തലശ്ശേരി രൂപത. അതുകൊണ്ട് തലശ്ശേരിയുടെ സ്ഥാപനം സുറിയാനി ക്രൈസ്തവ ആഗോള കത്തോലിക വിപ്ലവകരമായ വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആചാരങ്ങളെന്ന് ഒരു ദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ സാവകാശം അതിലേക്ക് വരും.
പ്രത്യേകിച്ച് മലബാറിലേക്കൊക്കെ വന്നപ്പം ഇവിടുത്തെ ഭാഷയുടെ ശൈലി, അതിൻ്റെ ട്യൂണ്, പിന്നെ ദേവാലയങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഇവിടെ കിട്ടിയ സ്ഥലത്തൊക്കെ അങ്ങ് പണിതു. ദൈവഭക്തി ഇല്ലാത്ത ബലികൾ അത്യുന്നതം പ്രസാദിക്കത്തില്ല. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ 34-19 വചനങ്ങൾ വായിക്കുന്നു. ദൈവഭക്തിയുടെ അടയാളം എന്നാ? കൈ കെട്ടി നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു എന്ന്. ചിലരൊക്കെ ഇങ്ങനെ നിർഭാഗ്യം ദൈവസ്ഥന് കൈകൂട്ടുക. അപ്പോൾ ദൈവഭക്തിയുടെ കാരണവും കൈകൂട്ടും. അപ്പോൾ നീ എത്ര ബലി അർപ്പിച്ചാലും ദൈവഭക്തി ഇല്ലാത്ത ബലികൾ ഞാൻ കേൾക്കത്തില്ല, സമ്പ്രദായം കർത്താവ് അസന്നിഗ്ധമായി പറയും. അപ്പോൾ നമ്മളതൊരു ആചാരമായി മാറി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു സംതൃപ്തി നമ്മൾ ചെയ്തതിൽ. നമ്മുടെ പ്രോഗ്രാമിന്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സീറോ മലബാർ സഭയുടെ സംസ്കാരം, കുർബാന, ആചാരം എന്നീ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി അതിമനോഹരമായി നമുക്ക് വിശദീകരിച്ചു തന്ന അച്ഛനും ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടുകാർക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു.